തിരികെത്താം. വയനാട്ടിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് അടുത്തതായി കേരള ബാലറ്റിന് പങ്കുവെക്കാനുള്ളത്. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാനു NDA സ്ഥാനാർത്ഥി ആയേക്കുമെന്നുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി CK ജാനു മത്സരിച്ചേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വാർത്ത. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ CK ജാനു BJPയുമായി ചർച്ചകൾ നടത്തിയെന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ജാനു തന്നെ ഇത് നിഷേധിക്കുകയും ജനാധിപത്യ ഊരി വികസന മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീടാണ് BDJSും BJPയുമായി പലതവണ ചർച്ചകൾ നടന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാരത്തോൺ ചർച്ചകൾ പലയിടങ്ങളിലായി തുടരുകയാണ്. CK ജാനുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ സന്നദ്ധരാണെന്ന് BJP നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ 2ലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. സുൽത്താൻ ബത്തേരി മണ്ഡലം CK ജാനുവിനു വേണ്ടി ഒഴിച്ചിടുകയായിരുന്നു. തുടർന്നാണ് ചർച്ചകൾ സജീവമായത്. സ്ഥാനാർത്ഥിത്വം BJP നേതൃത്വം സ്ഥിരീകരിക്കുമ്പോഴും CK ജാനു ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്. CK ജാനു NDAക്ക് പ്രതീക്ഷ പകരുന്നുണ്ടെങ്കിൽ തിരിച്ചടിയായി മറ്റൊരു വാർത്തയും കൂടി NDA തേടിയെത്തുന്നു. PC തോമസ് പാലായിൽ മത്സരിക്കാനില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പാലായിൽ താൻ മത്സരിക്കാത്തതെന്നും PC തോമസ് അറിയിക്കുന്നു. പാലായിൽ BJP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി KM മാണിക്കെതിരെ മത്സരിക്കുമെന്ന് PC തോമസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കുടുംബപരവും വ്യക്തിപരവുമായ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലാണ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതെന്ന് PC തോമസ് പറഞ്ഞു. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം കാരണം എനിക്ക് പാലായിലല്ല ഒരു തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ മത്സരിക്കാവുന്ന ഒരു സാഹചര്യമല്ല. കഴിഞ്ഞ ദിവസം പാലായിൽ ചേർന്ന പാർട്ടി യോഗത്തിൽ താൻ മത്സരിക്കാനില്ലെന്ന് അറിയിച്ചിരുന്നു. ഇക്കാര്യം BJP നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. തനിക്ക് പകരം പാലായിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PC തോമസ് വ്യക്തമാക്കി. ഞങ്ങൾ BJPയുടെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ഒന്നുകിൽ ഒരു പൊതു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവിടെ ഇരു പാർട്ടികളുടെയും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് ആയിരിക്കും മത്സരിക്കുന്നത്. KM മാണിക്കൊപ്പം LDF സ്ഥാനാർത്ഥിയായി മാണി C കാപ്പൻ കൂടി എത്തിയതോടെ പാല ചരിത്രത്തിലെ ഏറ്റവും കനത്ത പോരാട്ടത്തിന് സാക്ഷിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. മുമ്പ് മൂവാറ്റുപുഴ MP ആയിരുന്ന PC തോമസിലൂടെ മികച്ച പോരാട്ടം നടത്താമെന്ന കണക്കുകൂട്ടലിലാണ് BJP നേതൃത്വം പാലാ സീറ്റ് PC തോമസിന് നൽകിയത്. എന്നാൽ PC തോമസിന്റെ പിന്മാറ്റത്തിലൂടെ പാലായിലെ BJP സഖ്യത്തിന്റെ മത്സരം നാമം മാത്രമാകും. KM മാണിയുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് PC തോമസ് പിന്മാറിയതെന്നും ആക്ഷേപമുണ്ട്. അബ്ദുൽ മനാസ്, മീഡിയ 1, കൊച്ചി. തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാം സിനിമാ സ്റ്റൈലിൽ തന്നെ മറുപടി നൽകി മുകേഷും ജഗദീഷും രംഗത്ത് വന്നതും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങൾക്ക് നിറം പകർന്നു. കൊല്ലം പ്രസ് ക്ലബിന്റെ ജനസഭ 2016 എന്ന പരിപാടിയിലാണ് മുകേഷും ജഗദീഷും എത്തിയത്. തങ്ങൾക്കെതിരെ ഉയർന്ന വ്യക്തിപരമായ ആരോപണങ്ങൾക്കെല്ലാം ചുട്ട മറുപടിയാണ് ഇരുവരും നൽകിയത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായതോടെ ചെറിയ ആരോപണങ്ങളൊന്നുമല്ല ജഗദീഷും മുകേഷും കേൾക്കുന്നത്. പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം രണ്ടാളും നേരിടുന്നു. ഇവയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇരുവരും തയ്യാറല്ല. CPI-കാരനായ താങ്കൾ എന്നാണ് CPM ആയതെന്ന് മുകേഷിനോട് ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെ: ഏത് ദിവസമാണ് ഞാൻ CPI-യുടെ മെമ്പറായത്? അടൂർ പ്രകാശിന്റെ അച്ഛനെ കുഞ്ഞിരാമൻ CPI ആണ്. എന്നിട്ട് അടൂർ പ്രകാശ് കോൺഗ്രസ് മന്ത്രിയായി. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആരാധകനോട് കയർക്കുന്ന കോൾ റെക്കോർഡിംഗ് തന്റേത് തന്നെയാണെന്ന് മുകേഷ് സമ്മതിക്കുന്നു. താരത്തിന് ന്യായവുമുണ്ട്. സത്യസന്ധമായി ഏറ്റെടുത്തു ഞാൻ തന്നെയാണ്. സത്യസന്ധമായിട്ട് ചെയ്ത കാര്യങ്ങൾ പറയാനുള്ള ചങ്കൂറ്റമാണ് രാഷ്ട്രീയക്കാരന് വേണ്ടത്, മനുഷ്യന് വേണ്ടത്. അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ച ഗണേഷ് കുമാർ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനാണെന്നാണ് ജഗദീഷിന്റെ അഭിപ്രായം. ലൈഫിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ട്രാജഡിയെ പരിഹസിക്കാൻ ഒരു സ്ഥാനാർത്ഥി മുതിർന്നാൽ അത് ശരിയാണോ? മനുഷ്യത്വം എന്നുള്ളതുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ എന്നെ പരിഹസിക്കില്ലായിരുന്നു. പത്തനാപുരത്ത് മത്സരിക്കാതിരിക്കാൻ ചിലർ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തെന്നും ജഗദീഷ് പറയുന്നു. മീഡിയ 1, കൊല്ലം. പൂരത്തിന്റെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് പൂരം കെങ്കേമമാകുമെന്ന വാർത്തകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. തൃശൂരിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും LDF സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാറും രംഗത്ത് വന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. അച്ഛന്റെ സ്വന്തം നാട്ടിൽ ഏത് വിധേനയും ജയിച്ചു കയറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പത്മജ വേണുഗോപാൽ ഉള്ളത്. അതേസമയം 25 വർഷത്തോളമായി 4 നൂറ്റാണ്ടായി തുടരുന്ന UDF മേധാവിത്വം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് VS സുനിൽകുമാർ പ്രചാരണ രംഗത്തുള്ളത്. തൃശൂരുകാർ തന്നെ കൈവിടില്ല എന്നാണ് പത്മജ വേണുഗോപാലിന്റെ വിശ്വാസം. ഇതിന് കാരണവുമുണ്ട്. ഒരു വീട്ടിൽ ചെന്നാൽ പറയുന്നത് ഒന്നിക്ക് എന്റെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ മുത്തച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു ലീഡർ. ഇവിടെയാണ് ഭക്ഷണം കഴിക്കാറ്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് എനിക്കൊന്നും വേറെ ആർക്കും കിട്ടില്ല. അതെന്റെ ഒരു ഭാഗ്യമാണ്.
തൃശൂരിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി വോട്ട് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രചരണത്തിന്റെ തുടക്കം. മുതിർന്ന നേതാക്കളായ തേരാമ്പിൽ രാമകൃഷ്ണനും CN ബാലകൃഷ്ണനുമെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയുണ്ടല്ലോ എന്ന ചോദ്യത്തിനോടുള്ള പ്രതികരണം ഇങ്ങനെ: നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ, കാരണം അവർ രണ്ടുപേരും ശരിക്കുള്ള കോൺഗ്രസ്സുകാരാണ്. ഒരു കോൺഗ്രസ്സുകാരനും അങ്ങനെ കാലുവാരില്ല. പ്രചരണത്തിനിടെ കേരളവർമ്മ കോളേജിലെത്തിയ VS സുനിൽകുമാറിന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സ്വീകരണമൊരുക്കി. വിദ്യാർത്ഥി നേതാവായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ സ്വന്തം ക്യാമ്പസിലേക്കുള്ള വരവ് ആവേശവും ആത്മവിശ്വാസവും തരുന്നതായി സുനിൽകുമാർ പറഞ്ഞു. ഏറ്റവും എന്റെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന ഒരു ഘടകം ഈ കേരളവർമ്മ കോളേജാണ്. കാരണം ഈ കേരളവർമ്മ കോളേജിൽ പഠിച്ച ആ 85-88 അതിനുശേഷവും ഇവിടെ തന്നെ ക്യാമ്പസിനെ ചുറ്റിപ്പറ്റി നടന്ന ആ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതകാലമാണ് എനിക്ക് ഏറ്റവും അധികം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഊർജ്ജം നൽകിയിട്ടുള്ള ഒരു ക്യാമ്പസ് ഇവിടുന്ന്. ആദ്യഘട്ട പ്രചരണം പുരോഗമിക്കുമ്പോൾ തന്നെ തൃശൂരിലെ ഫലം പ്രവചനാതീതമാകുമെന്ന് ഉറപ്പായി. മീഡിയ 1 തൃശൂർ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരെ സന്ദർശിച്ച് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി. സിറ്റിംഗ് MLA കൂടിയായ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാറിന്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉദ്ഘാടനവും MT നിർവഹിച്ചു. കോഴിക്കോട് നോർത്തിലെ വോട്ടർ കൂടിയായ MTയുടെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. MTയുടെ ആരോഗ്യ വിവരങ്ങൾ പ്രദീപ് കുമാർ അന്വേഷിച്ചറിഞ്ഞു. മത്സരരംഗത്തുണ്ടെന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. എല്ലാ കാലത്തും എന്നോട് നല്ല വാത്സല്യവും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും പിന്തുണയൊക്കെ നൽകിയതാണ് MT. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ എൻ്റെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. പ്രദീപ് കുമാറിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കാരിക്കേച്ചർ വീഡിയോ MT പ്രകാശനം ചെയ്തു. സോഷ്യൽ മീഡിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് വീഡിയോ ഉപയോഗിക്കുക. മീഡിയ 1 കോഴിക്കോട്. തീരാത്ത തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങളിലേക്ക് തിരികെ എത്താം വളരെ പെട്ടെന്ന് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.